നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അപ്രതീക്ഷിതമായിട്ടെങ്കിലും കടന്നെത്തിയിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കാരണക്കാരൻ എന്ന് പറയാവുന്ന രാജിവെച്ച MLA ശ്രീ PV അൻവറിനെ അതെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ആദ്യം കാണേണ്ടത് ശ്രീ അൻവറിനെ തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ രാജിവെക്കുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഒരു ഇലക്ഷൻ നടന്നിട്ട് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം എന്നുള്ളൊരു സാധനം കൂടി ഉണ്ടായിരുന്നല്ലോ അതിൽ. അപ്പോൾ അതിനുള്ളൊരു അവസരം വന്നിരിക്കുകയാണ് എന്ന് കരുതുന്നുണ്ടോ? അല്ല, അവസരം കേരളത്തിലെ ജനങ്ങൾക്കുള്ള അവസരമാണ്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 5 വർഷം ജനങ്ങൾ കാത്തിരിക്കണം മറ്റൊരു റിയാക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളും അതിൽ ചർച്ച ചെയ്യപ്പെടും. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും കേരളത്തിലെ നിജസ്ഥിതി കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 3ാം വട്ടവും പിണറായി അധികാരത്തിൽ വരുമെന്നൊരു നരേഷൻ അറിഞ്ഞോ അറിയാതെയോ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വസ്തുതയല്ല എന്നതൊരു സത്യമാണ്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ഇന്ന് വരികയാണ്. ആര്യാടൻ ഷൗക്കത്തായിരിക്കും UDF സ്ഥാനാർത്ഥി എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ച ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഷൗക്കത്താണെന്നുള്ള കാര്യത്തിൽ താങ്കൾക്കും സംശയമൊന്നുമില്ലേ? ഇല്ല, ഞാൻ അങ്ങനെ ബെസ്റ്റ് ചോയ്സ്, സെക്കൻഡ് ചോയ്സ് എന്നൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എല്ലാ ചോയ്സിനെ കുറിച്ചും കൃത്യമായി പഠനം നടത്തിയിട്ട് ജനങ്ങളുടെ മാനസികാവസ്ഥ പരിശോധിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, ആരുടെയും എതിർപ്പില്ലാതെ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി ആയിരിക്കണം നിലമ്പൂരിൽ എന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന പ്രത്യേകതയാണ്. കാരണം ഞാൻ 2 മാസം മുമ്പ് നടത്തിയ പൊളിറ്റിക്കൽ പ്രസ് മീറ്റിൽ ഞാൻ അന്ന് കൃത്യമായി പറഞ്ഞ BJP സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്ന്. അന്ന് എന്നെ കളിയാക്കിയവരുണ്ട്. ഇപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അപ്പോൾ സംഘപരിവാറും CPM-ഉം നേതൃത്വവും തമ്മിലുള്ള കൃത്യമായ ബന്ധത്തിൻ്റെ ഏറ്റവും പച്ചയായ സാക്ഷ്യപത്രമായി നിലമ്പൂർ ഇലക്ഷൻ മാറാൻ പോവുകയാണ്. ഇപ്പോൾ താങ്കൾ ഇപ്പോൾ പ്രസ് മീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ പരസ്യമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ, UDF സ്ഥാനാർത്ഥി ഇന്ന ആളാകണമെന്ന ആഗ്രഹവും താല്പര്യവും പ്രകടിപ്പിക്കുകയുണ്ടായി. താങ്കൾ മുന്നോട്ട് വെച്ചത് VS ജോയിയുടെ പേരാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ജോയിയുടെ പേരിനല്ല ഷൗക്കത്തിൻ്റെ പേരിനാണ് മുൻതൂക്കം എന്നുള്ളതാണ്. അപ്പോൾ ജോയി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാകുമായിരുന്നു എന്നുള്ളൊരു ചിന്ത ഇപ്പോഴും ഉണ്ടോ? ഞാൻ ജോയി എന്ന വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ടോ ഒന്നുമല്ല ചോദിച്ചിട്ട് ആ പേര് പറഞ്ഞിട്ടുള്ളത്. അതൊരു ഇഷ്യൂ ബേസ്ഡാണ്. ആ ഇഷ്യൂ ബേസ്ഡ് എന്ന് പറയുന്നത് നിലമ്പൂരിനെ പോലെ ഒരു മണ്ഡലം മലയോര മേഖലയാണ്. 70%. എത്രയോ ആളുകൾ ഇപ്പോൾ ഈ കഴിഞ്ഞ 5-8 വർഷത്തിനുള്ളിൽ അവിടെ മൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെട്ടു. കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശമുണ്ടായി. മനുഷ്യന് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ ഒരു മലയോര കർഷകൻ എന്ന നിലക്കും മലയോര മേഖലയിൽ നേരിടുന്ന വിഷയങ്ങൾ നേരിട്ട് അനുഭവസ്ഥൻ എന്ന നിലക്കും ആ നിലക്കാണ് അന്ന് DCC പ്രസിഡന്റ് എന്ന നിലക്ക് ജോയിയുടെ പേര് കൺസിഡർ ചെയ്താൽ നന്നായിരുന്നു. ഇറ്റ്സ് എ റിക്വസ്റ്റ് ഡിമാൻഡ് എന്ന് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് എ റിക്വസ്റ്റ്. ഇപ്പോഴും വനമേഖലയിൽ ആ പ്രശ്നങ്ങൾ മുഴുവൻ നിലനിൽക്കുന്നുണ്ട്. ജോയി ആണ് ഇപ്പോഴും കൺസിഡർ ചെയ്യപ്പെടേണ്ടത് എന്ന റിക്വസ്റ്റ് ഇപ്പോൾ അൻവറിനുണ്ട്. അല്ല, അത് ഞാൻ അങ്ങനെ പറയുന്നില്ല. ഞാൻ പറഞ്ഞ ഇഷ്യൂസ് ഇപ്പോഴും അതിലേറെ 5 മാസം മുമ്പുണ്ടായതിനേക്കാളും രൂക്ഷമായിരിക്കുകയാണ്. ഇപ്പോൾ കർഷകരെ സംബന്ധിച്ച് എല്ലാ കൃഷിയും നശിച്ച് അവസാനം കുറച്ച് ബാക്കിയില്ല റബ്ബറാണ്. ആ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികളെ കിട്ടാനില്ല. കാരണം അവരെയാണ് പുലി പിടിക്കുന്നത്, ആന ചവിട്ടി കൊല്ലുന്നത്. അവർ സൂര്യൻ ഉദിക്കുന്നതിന് തൊഴിലിന് പോകുന്നവരാണ്. ഈ നിലമ്പൂരിൽ ആയിരക്കണക്കിന് ഏക്കർ റബ്ബർ കൃഷി വിളവെടുക്കാൻ കഴിയാതെ, റബ്ബർ ടാപ്പ് ചെയ്യാൻ കഴിയാതെ അങ്ങേയറ്റത്തെ പ്രയാസത്തിൽ ആളുകൾ നിൽക്കുകയാണ്. അവർക്ക് പട്ടിണിയിലേക്ക് നീങ്ങാൻ, ലോൺ അടക്കാൻ കഴിയുന്നില്ല, ജപ്തിയിലേക്ക് പോകുന്നു. ഒരു സർക്കാർ വായും പൊളിച്ചിരിക്കുകയാണ്. എന്നിട്ട് 4 കൊല്ലത്തെ എന്തോ ഒരു കുന്തം പ്രോഗ്രസ് കാർഡുമായി നിലമ്പൂരിലേക്ക് വരുന്ന പറയുന്നത്. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കണ്ടേ? അല്ല, അതിപ്പോ ഷൗക്കത്താണെങ്കിൽ കുഴപ്പമുണ്ടോ? മലയോര കർഷകരുടെ വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്നതിൽ ഷൗക്കത്ത് ഏതെങ്കിലും തരത്തിൽ പോരാ? ഞാൻ ഷൗക്കത്തിന്റെ കുഴപ്പമല്ല പറഞ്ഞത്. ജോയിയെ പറയാനുണ്ടായ കാരണം അത് ഇഷ്യൂ ബേസ്ഡ് ആണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഷൗക്കത്തിന് കുഴപ്പമുണ്ട് എന്നല്ല ആ പറയുന്നതിൻ്റെ അർത്ഥം. ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ, ആർക്കാണ് നന്നാവുക എന്ന കാര്യങ്ങൾ ആലോചിക്കേണ്ട UDF ലീഡർഷിപ്പാണ്. അതിൽ UDF ലീഡർഷിപ്പ് തീരുമാനിക്കട്ടെ. അല്ല, അപ്പോൾ എന്തായാലും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് UDF ലീഡർഷിപ്പാണ്. താങ്കൾക്ക് ഒരു സേയും ഇല്ലാത്തവണ്ണം, അപ്പോൾ താങ്കൾ രാജിവെച്ചതിനെ തുടർന്നാണ് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ താങ്കളെ ഒരു പരിഗണന തരാത്ത വിധത്തിൽ UDF ട്രീറ്റ് ചെയ്യും, അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്കൊരു പരിഗണനയുടെ ആവശ്യമില്ല. ഞാൻ ഒരാളുടെയും പരിഗണനയ്ക്ക് വേണ്ടി നടക്കുന്നവനുമല്ല. ഞാൻ ഈ പറയുന്ന ഉന്നയിച്ച വിഷയങ്ങൾ ഇന്ന് ഇവിടെ നാട്ടിൽ ലൈവായി നിൽക്കുകയാണ്. അതിലേറ്റവും വലുത് BJP നേതൃത്വവും RSS നേതൃത്വവും ഒരുമിച്ച് ചേർന്ന് CPM-നോടുള്ള ബാന്ധവത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത്. പോലീസിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നടന്നിരുന്നത്. ഇവരൊരുമിച്ച് കൂടിയിട്ടുള്ള കള്ളക്കടത്തിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അത് തന്നെയല്ലേ ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥി വരെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ സമ്മർദ്ദത്തിന് വഴങ്ങി പേരിനൊരു സ്ഥാനാർത്ഥി ഉണ്ടായാലും ആ വോട്ട് എങ്ങോട്ടാണ്? കൃത്യമാണല്ലോ.
അത് CPM-ലേക്കാണ് എന്നുള്ളത് ഇതാണല്ലോ ഞാൻ പറഞ്ഞത്. അല്ല, വേറൊരു കാര്യമുള്ളത്, ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ UDF ദോഷകരമായി ബാധിച്ച ഒരു കാര്യം ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ, അതല്ലെങ്കിൽ ആ ഒരു റിഫ്റ്റ് ആയിരുന്നു. അപ്പൊ അത് പരിഹരിക്കുക എന്നുള്ളത് UDF ജയിക്കാൻ വേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. അത് ഗൗരവമായിട്ട് UDF നേതൃത്വം എടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതൊക്കെ അവരെ ആലോചിക്കട്ടെ എന്ന്. നമ്മളെ ആംഗിളിൽ നോക്കുമ്പോൾ പല വ്യത്യാസം ഉണ്ടാവും. നമ്മളെക്കാട്ടിലും വലിയ നേതാക്കന്മാരും അനുഭവസ്ഥരൊക്കെയാണല്ലോ. അപ്പം നമ്മളൊരു സാധാരണക്കാരനായ പ്രവർത്തകനല്ലേ. അപ്പം എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ എന്താ പറയുക ആശയങ്ങളും ഒന്നും എന്താ പറയുക അവരുദ്ദേശിക്കുന്ന ആ ലെവലിലേക്ക് ഉയരില്ലല്ലോ. അത് അത്രയും ഉയർച്ചയുള്ള ആളുകളാണല്ലോ അതൊക്കെ കണ്ടെത്തേണ്ടത്. അപ്പോൾ അവർക്കതൊക്കെ മനസ്സിലാവും. ഇപ്പൊ നിലമ്പൂർ പോലെ ഒരു മണ്ഡലത്തിൽ VS ജോയി മത്സരിച്ച് ജയിക്കുകയാണ് എങ്കിൽ, വളരെ മികച്ച ഭൂരിപക്ഷം ജയിക്കുകയാണ് എങ്കിൽ, ഇപ്പോൾ UDF ഈ പറഞ്ഞ ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ രണ്ട് ന്യൂനപക്ഷങ്ങൾ രണ്ടായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു മാറ്റം വരികയും ഒരു പഴയ പോലെ UDF ഒരു ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ഉറപ്പുവരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം, ഒരു പ്രതീതി ഉണ്ടാകുമായിരുന്നോ എന്ന് തോന്നുന്നു? ഇല്ല, സ്വാഭാവികമായിട്ട് ഞാൻ അന്ന് ചൂണ്ടിക്കാണിച്ച രണ്ട് കാര്യമാണ്. ഒന്നിപ്പോൾ ഞാൻ ഈ പറഞ്ഞ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ, രണ്ടാമത് ഞാൻ കഴിഞ്ഞ എന്താ പറയുക 10-25-30 വർഷമായിട്ട് ഈ മലയോര മേഖലയിലെ സജീവ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഈ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം ഇവിടെ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ഇല്ല. 10-20% ക്രിസ്ത്യാനികളുള്ള മണ്ഡലമാണ്. അപ്പോൾ പലതവണ അവർ ഈ വിഷയങ്ങൾ UDF ഉന്നയിച്ചിട്ടുള്ളതാണ്. ആ നിലക്ക് അവർക്കൊരു കൺസിഡറേഷൻ കൊടുക്കേണ്ടതുണ്ട്. വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ 7 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം മാത്രമാണ് നിലമ്പൂർ. എനിക്കിനി ജോയി മത്സരിക്കണം എന്നൊന്നുമില്ല. മറ്റൊരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ഈ മലയോര മേഖലയിൽ ആർക്ക് കൊടുത്താലും മതി. ആ ഇഷ്യൂ ബേസ്ഡാണത്. അത് ആ ജനങ്ങളുടെ അവിടുത്തെ കമ്മ്യൂണിറ്റിയുടെ ഫീലിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അത്ര ഞാൻ പറഞ്ഞല്ലോ. അല്ല ജോയി തന്നെ മത്സരിക്കണമെന്നല്ല. മത്സരിക്കാൻ ശേഷിയുടെ പല ക്രിസ്ത്യൻ കാൻഡിഡേറ്റും അവിടെ ഉണ്ടല്ലോ. പരമ്പരാഗതമായി ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ UDF അനുകൂലമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായി ചിന്തിക്കുന്ന പശ്ചാത്തലമായിരുന്നു മുമ്പ്. ഇപ്പോൾ പക്ഷേ അതിന് മാറ്റം വന്നിട്ടുണ്ട്. കോൺഗ്രസ് ആ കാര്യത്തിൽ, അതായത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വികാരം അതല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി പരിഗണിക്കുന്നില്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കമെന്നൊരു തോന്നലുണ്ടോ? അല്ല, അതൊന്നും ഞാനല്ലല്ലോ പറയേണ്ടത്. ഞാനല്ലല്ലോ അത് പറയേണ്ടത്. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ? അല്ല, അതൊന്നും ഞാനല്ല പറയേണ്ടത്. അതൊക്കെ പറയേണ്ട ആളുകളാണ് പറയേണ്ടത്. മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കണം, ചെയ്യണം. അതൊക്കെ മനസ്സിലാക്കുന്ന ഞാൻ കരുതുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ഇന്നലെ നേരത്തെ പറഞ്ഞ വാചകം ഉദ്ധരിച്ചു. സ്ഥാനാർത്ഥി എന്തായാലും UDF സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്താണ് എങ്കിൽ പൂർണ്ണ മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങി പ്രവർത്തിച്ച് ജയിപ്പിക്കുന്ന ആ പ്രക്രിയയിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടാവുമോ? അല്ല, അതൊക്കെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കട്ടെ എന്ന്. നമ്മളിപ്പോൾ ആകാശം ഇടിഞ്ഞ് വീണു പോകും എന്ന് പറഞ്ഞ് ഇപ്പോഴേ ഇവിടെ കാല് കൊടുത്തിരിക്കണ്ടല്ലോ. വി വിൽ വെയിറ്റ് ആൻഡ് സീ. UDF സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പോകണം. ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. UDF അപ്പോൾ മുൻ MLA എന്നുള്ള നിലയിൽ ഇവിടെ UDF ജയിപ്പിക്കാൻ അധ്വാനിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്തെങ്കിലും പറയാനുണ്ടോ? അത് പറഞ്ഞിട്ടുണ്ട് ആൾറെഡി. അത് അവർ കേൾക്കുമെന്നാണ് വിചാരം. അല്ല, അങ്ങനെയാണല്ലോ. അതൊക്കെ മനസ്സിലാക്കാൻ ശേഷിയുള്ള ആളുകളല്ലേ പിന്നെ. അവരല്ലേ വലിയ വലിയ ആളുകൾ, അവർ തീരുമാനിക്കട്ടെ. നമ്മളൊരു സാധാരണക്കാരനായ പ്രവർത്തകരല്ലേ. അതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു. സമയം അഭിലാഷ്, കേരളത്തിൽ പരക്കെ മഴയാണ്. പക്ഷേ നിലമ്പൂരുകാർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നിലമ്പൂരുകാരുടെ അവസ്ഥ എങ്ങനെയാണ് അഭിലാഷ്? തീർച്ചയായിട്ടും ജയലക്ഷ്മി, കേരളത്തിൽ എല്ലായിടത്തും എന്നതുപോലെ നിലമ്പൂരിലും കനത്ത മഴയാണ്. ഇവിടെ നിലമ്പൂരിൽ കാല് കുത്തിയതിന് ശേഷം തുള്ളിക്കൊരു കുടം എന്ന കണക്കെയാണ് മഴ. പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ചൂട് ഏറി വരികയുമാണ്. ഇന്നത്തെ ഏറ്റവും ആകാംക്ഷ നിറയുന്ന ചോദ്യം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നാണ് പ്രതീക്ഷിക്കുന്നത്. എറണാകുളത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. അതായത് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് ഇറക്കും. അതനുസരിച്ച് പ്രഖ്യാപനം എറണാകുളത്ത് ഉണ്ടാവുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ PV അൻവർ നമ്മോട് സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ജയലക്ഷ്മി ശ്രദ്ധിച്ചിരിക്കും. ഞാൻ അൻവറിനോട് ചോദിച്ചു, ആര്യാടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥിയെങ്കിൽ ജയിപ്പിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കാത്തിരിക്കണം. ഇപ്പോൾ ആകാശം ഇടിഞ്ഞ് വീഴാൻ പോകുന്നൊന്നുമില്ലല്ലോ, ആകാശം ഇടിഞ്ഞ് വീഴുമ്പോൾ നോക്കാം എന്നാണ്. കൃത്യമായി പറഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നതിൽ വലിയ എതിർപ്പ് PV അൻവറിനെ സംബന്ധിച്ചുണ്ട്. കാരണം PV അൻവർ ആര്യാടന്മാരുടെ 3 പതിറ്റാണ്ടത്തെ കുത്തക, ആര്യാടൻ മുഹമ്മദ് 1980 മുതൽ 2016 വരെ പ്രതിനിധീകരിച്ച മണ്ഡലമാണ് നിലമ്പൂർ. ആ നിലമ്പൂർ
LDF വേണ്ടി തിരിച്ചുപിടിച്ചത് PV അൻവറാണ്. PV അൻവർ പിന്നീട് ഇപ്പോൾ LDF നിന്ന് മാറി ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് വരുമ്പോൾ അൻവറായി അവസാനിപ്പിച്ച കുത്തക വീണ്ടും തുടങ്ങുമോ എന്ന ആശങ്കയായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ നയിക്കുന്നത്. അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് വേണ്ട എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്. ഒന്ന്, ഈ വന്യജീവി സംഘർഷമാണ്. അപ്പോൾ അത് ഞാൻ ഉന്നയിച്ച ഒരു വിഷയമാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും യോഗ്യതയുള്ള സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് VS ജോയിയുടെ പേര് പറഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് ഈ വന്യജീവി വിഷയം ഉപയോഗിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. ആര്യാടൻ ഷൗക്കത്ത് വരരുത് എന്ന് PV അൻവറിന് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റേത് അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യൻ പ്രാതിനിധ്യമാണ്. വയനാട് ലോക്സഭാ മണ്ഡലം, പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ക്രിസ്ത്യൻ UDF MLA പോലും ഇല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. 20% പ്രാതിനിധ്യം ക്രിസ്ത്യൻ സമുദായത്തിനുണ്ട്. പക്ഷേ അവർക്ക് MLA-മാരില്ല, ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് MLA-മാരില്ല എന്നുള്ളത് വലിയ പ്രശ്നമായി ആ സമൂഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ബാധ്യത UDF-നുണ്ട്. അത് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് UDF ആണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹം പറയുന്നു. അൻവറിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാനൊരു സാധാരണക്കാരനാണ്, സാധാരണ പ്രവർത്തകനാണ്, ഇതൊക്കെ വലിയ വലിയ ആളുകളല്ലേ, നേതാക്കളല്ലേ തീരുമാനിക്കേണ്ടത് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ വരികൾക്കിടയിലൂടെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ അതൃപ്തി പറഞ്ഞു വെക്കുകയാണ്. അതായത് എന്നെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് UDF എടുക്കുന്നത് എങ്കിൽ ഞാൻ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് പറയാതെ പറയുന്നുണ്ട്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഏത് ചെകുത്താനെ സ്ഥാനാർത്ഥിയാക്കിയാലും ഞാൻ പിന്തുണയ്ക്കും എന്നുള്ളതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ UDF ചെകുത്താനും കടലിനും ഇടയിലാണ് എന്ന് പറയാം. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ കഴിയില്ല. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയില്ല എങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി LDF വല വിരിക്കും. അത് നിലമ്പൂരിൻ്റെ ഇക്വേഷൻ തന്നെ മാറ്റിമറിക്കാം. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ കഴിയില്ല. ആര്യാടൻ്റെ ലെഗസിയാണ്, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമാണ്. മലപ്പുറത്തെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് എന്നിരിക്കെ ആര്യാടനെ അവഗണിക്കാൻ കഴിയില്ല. ആര്യാടനെ അവഗണിക്കാൻ കഴിയാത്ത കോൺഗ്രസിന് അൻവറിനെ അവഗണിക്കാൻ കഴിയുമോ എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ചെകുത്താനും കടലിനും ഇടയിൽ നിന്ന്. ഈ ചെകുത്താൻ എന്ന പ്രയോഗം ഇന്നലെ അൻവർ നടത്തിയ പ്രയോഗമാണ്. ഞാൻ അദ്ദേഹത്തെ ആ കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്തായാലും ഏത് ചെകുത്താനെയും പിന്തുണയ്ക്കുമെന്ന് അൻവർ ഇന്നലെ പറഞ്ഞ അൻവർ ഇന്ന് ആര്യാടനാണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം എന്ന നിലപാട് പ്രഖ്യാപിക്കുകയാണ്. സ്വാഭാവികമായും നിലമ്പൂരിൽ എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷ ഏറുകയുമാണ്. തീർച്ചയായിട്ടും അഭിലാഷ്, കാരണം ഇന്നലെയൊക്കെ നമ്മൾ ആ പ്രതികരണത്തിൽ നിന്ന് കേട്ടതാണ് ഏത് ചെകുത്താനാണെങ്കിലും കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് ഇപ്പോൾ കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ അങ്ങനെയല്ല, ആ വാക്കുകൾ മുഴുമിപ്പിക്കാതെയാണ് അദ്ദേഹം നിർത്തുന്നത്. പക്ഷേ കോൺഗ്രസിന് ഇതൊരു വലിയ ദൗത്യമാണ് എങ്കിൽ CPM-നും ഒരു അൻവർ എഫക്റ്റ് ഇല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഒരു അവസരം തന്നെയല്ലേ അഭിലാഷ് ഈ ഒരു തിരഞ്ഞെടുപ്പ്? കാരണം അൻവർ പറഞ്ഞതൊന്നും ഇപ്പോഴും കുറച്ച് മുന്നേ സംസാരിക്കുമ്പോഴും അൻവർ എന്തോ ഒരു പ്രോഗ്രസ്സുമായിട്ട് 4ാം വാർഷികം എന്നൊക്കെ വന്ന് പറഞ്ഞു എന്ന് സർക്കാരിനെ അടച്ച് ആക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ CPM-ന് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് അൻവറിന്റെ വാദങ്ങളൊക്കെ പൊള്ളയായിരുന്നു, അൻവർ എഫക്ട് ഇല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ചീട്ട് തന്നെയാകില്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും രണ്ട് ഘടകങ്ങൾ. ഒന്ന്, LDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. LDF-ന്റെ സിറ്റിംഗ് സീറ്റ് CPM-ന്റെ സിറ്റിംഗ് സീറ്റ് പരാജയപ്പെടുകയാണെങ്കിൽ അതുണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് ഒന്ന്. രണ്ട്, PV അൻവർ എന്ന ഘടകം. PV അൻവർ അപ്രസക്തനാണെന്ന് തെളിയിക്കണമെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ, ഭരണവിരുദ്ധ വികാരമില്ല, ഞങ്ങൾ ഇൻടാക്റ്റ് ആണ് എന്ന് തെളിയിക്കുക എന്ന ഒന്നാമത്തെ കാര്യം, PV അൻവർ അപ്രസക്തനാണെന്ന് തെളിയിക്കൽ രണ്ടാമത്തെ കാര്യം. ഈ രണ്ട് കാര്യങ്ങൾ CPM-നെ സംബന്ധിച്ചും LDF-നെ സംബന്ധിച്ചും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അവരെ സംബന്ധിച്ച് ആരാകും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ പ്രാഥമിക ആലോചനകൾ മാത്രമേ നടന്നിട്ടുള്ളൂ. പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ഇപ്പോൾ ആലോചനകൾ മുന്നോട്ട് പോകുന്നത്. CPM-നെ സംബന്ധിച്ച്, ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവരുടെ സ്വാഭാവിക പരമ്പരാഗത ശക്തി കേന്ദ്രമല്ല നിലമ്പൂർ എന്ന പ്രത്യേകതയുണ്ട്. ഏറനാടിന്റെ ചെഗുവേര എന്നറിയപ്പെടുന്ന K. കുഞ്ഞാലി നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച് MLA ആയിട്ടുണ്ട് എങ്കിലും 1967 സപ്തകക്ഷി മുന്നണിയായിട്ടാണ്, അതായത് മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ അന്ന് ഒരുമിച്ചാണ്, CPM-ഉം മുസ്ലിം ലീഗും അടക്കം ഒരുമിച്ച് മത്സരിച്ച കാലത്താണ് കുഞ്ഞാലി MLA ആയിട്ടുള്ളത്. പിന്നീട് ആര്യാടൻ മുഹമ്മദ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ജയിച്ചിട്ടുണ്ട്. അന്ന് കോൺഗ്രസിലെ ആന്റണി അടങ്ങുന്ന ഒരു വിഭാഗം ഇടതു മുന്നണിയോടൊപ്പമായിരുന്നു. പിന്നീട് ജയിക്കുന്നത് PV അൻവറാണ്. അതായത് സമ്പൂർണമായ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ഒരു ഇടതു മുന്നണി ഒരു കാലത്തും ഒരു ഘട്ടത്തിലും ജയിച്ചിട്ടില്ല നിലമ്പൂരിൽ എന്നുള്ളത് കാണണം. കമ്മ്യൂണിസ്റ്റ് MLA-മാരുണ്ടായിട്ടുണ്ട്, കുഞ്ഞാലി MLA ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടതുപക്ഷ പിന്തുണയോടെ ആര്യാടൻ ജയിച്ചിട്ടുണ്ട്, ഇടതുപക്ഷ പിന്തുണയോടെ ഇടത് സ്വതന്ത്രൻ എന്നുള്ള നിലയിൽ PV അൻവർ ജയിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ രാഷ്ട്രീയമായി ഇവിടെ ഒരു ടിപ്പിക്കൽ UDF മണ്ഡലമാണ് നിലമ്പൂർ. എന്തായാലും നിലമ്പൂർ എങ്ങോട്ട് എന്നുള്ളത് അറിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. ആരാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് വരുന്നത് എന്നൊക്കെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അഭിലാഷ് മോഹനാണ് നിലമ്പൂരിൽ നിന്ന് തത്സമയം റിപ്പോർട്ട് ചെയ്തത്.